പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയതിനെ തുടർന്ന് CPM എന്ന് പറഞ്ഞ പാർട്ടിക്കകത്ത് അത്യസാധാരണമായിട്ടുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകുന്ന സംബന്ധിച്ച് നമ്മൾ പല വീഡിയോകളും ഇതിനുള്ളിൽ ചെയ്തു കഴിഞ്ഞു. അവിടെ നമ്മൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, പതിവിൽ നിന്ന് വിരുദ്ധമായി സാധാരണഗതിയിൽ CPMൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്, ആശയ സംഘടനകൾ ഉണ്ടാവാറുണ്ട്, ധ്രുവീകരണങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ ആ ധ്രുവീകരണങ്ങളിലൊക്കെ രണ്ട് ഭാഗത്തും തലമുതിർന്ന നേതാക്കന്മാരുണ്ടാവും എന്ന് നമ്മൾ സൂചിപ്പിച്ചു. 80കളിൽ CITയും VS പക്ഷവുമായിരുന്നപ്പോൾ ഒരു വശത്ത് ഒരു വശത്ത് ഈ ബാലാനന്ദനും ഒരു വശത്ത് VSുമായിരുന്നു. പിന്നീട് കണ്ട VS പിണറായി പക്ഷത്ത്, VSും പിണറായിയുമായിരുന്നു രണ്ട് പക്ഷത്ത്, VS ശരിയുടെ പക്ഷത്തും പിണറായി വിജയൻ തെറ്റിൻ്റെ പക്ഷത്തും. എന്നാൽ ഇപ്പോൾ CPMൽ നടക്കുന്ന ഈ ഐതിഹാസികമായിട്ടുള്ള ഈ ഒരു ആശയ സംഘടനത്തിൽ ഒരു വശത്ത് ലക്ഷക്കണക്കിന് വരുന്ന അണികൾ, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ CPMനെ മൂലക്കിരുത്തിയ അണികൾ, പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനെ വിജയിപ്പിച്ച അണികൾ, തളിപ്പറമ്പിൽ TK ഗോവിന്ദനെ വിജയിപ്പിച്ച അണികൾ, അമ്പലപ്പുഴയിൽ G സുധാകരനെ വിജയിപ്പിച്ച അണികൾ, CPM കോട്ടകളിലെല്ലാം UDFനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച CPMന്റെ മുഖമില്ലാത്ത ലക്ഷക്കണക്കിന് വരുന്ന അണികൾ, പാർട്ടി തകരരുത് എന്നാഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് അണികൾ ഒരു വശത്തും, പാർട്ടിയെ തകർത്തില്ലാതാക്കാൻ ശ്രമിക്കുന്ന വിജയൻ, ഗോവിന്ദൻ, ബേബി മുതൽ താഴോട്ട് ആര്യ രാജേന്ദ്രൻ വരെയുള്ള നേതൃത്വം, അവരൊരു വശത്തുമായിട്ടുള്ള വലിയ ധ്രുവീകരണം CPMൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ധ്രുവീകരണത്തിൽ അണികളെ എങ്ങനെയെങ്കിലും അടിച്ചമർത്തി നിർത്താൻ വേണ്ടിയിട്ട് ഈ വിജയ ഗോവിന്ദ സഖ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അണികൾ താഴെത്തട്ടിൽ നടത്തിയിട്ടുള്ള ചർച്ചകൾക്കൊന്നും ഒരു വിലയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെല്ലാം തള്ളിമാറ്റി, അതിനെല്ലാം അടിച്ചമർത്തി പാർട്ടിയുടെ കൂട്ടായ പരാജയമാണ് ഉണ്ടായത് എന്ന് കണ്ടുകൊണ്ട് തൻ്റെയും വിജയൻ്റെയും ഒന്നും കുഴപ്പമല്ല എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാക്കി താഴോട്ട് കൊടുക്കുന്ന പാർട്ടി നേതൃത്വം, കേഡറുകളുടെയാണ് കുഴപ്പം, തങ്ങളുടെയല്ല കുഴപ്പം എന്ന് പറയുന്ന നേതൃത്വം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ നേതൃത്വത്തിന് അടി കരണക്കുറ്റിക്കിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റൗണ്ട് അടി താഴേന്ന് കിട്ടി മുകളിൽ കൊണ്ടുവന്ന് റിപ്പോർട്ട് കൊണ്ടുവന്നു. ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ വീണ്ടും കേഡർമാർക്കാണ് കുഴപ്പമെന്ന് പറഞ്ഞ് തിരിച്ച് താഴോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും അടി മേടിക്കാൻ പോകുന്നേ ഉള്ളൂ ഈ വികലമായിട്ടുള്ള നേതൃത്വം, വിജയൻ്റെയും ഗോവിന്ദൻ്റെയും ബേബിയുടെയും രാജീവിൻ്റെയും ഒക്കെ നേതൃത്വമുള്ള അവർ ഇനി വീണ്ടും അണികളിൽ നിന്ന് അടി വാങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ CPMന്റെ 964 മുതലുള്ള ചരിത്രം എടുത്ത് നോക്കിയാൽ ഇതുപോലൊരു ധ്രുവീകരണം, ഇതുപോലൊരു ആശയ സംഘടനം, ഇതുപോലൊരു ചേരിതിരിവ് നമ്മൾ ഇതുവരെ ദർശിച്ചിട്ടില്ല. നേതൃത്വമില്ലാത്ത, മുഖമില്ലാത്തവരുടെ ഒരു ഭാഗം, ലക്ഷക്കണക്കിന് അണികളുടെ ഭാഗം, പാർട്ടി രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നവരുടെ ഒരു ഭാഗം, പാർട്ടിയെ നശിപ്പിച്ച് ഇല്ലാതാക്കി പാർട്ടിയെ വിറ്റ് തിന്നണം, പാർട്ടിയെ ഊറ്റിക്കുടിക്കണം, പാർട്ടിയുടെ ചോര വലിച്ചു കുടിക്കണം എന്നാഗ്രഹിക്കുന്ന വികലമായിട്ടുള്ള നേതൃത്വം ഒരു പക്ഷത്ത്. ആ തരത്തിലുള്ള വലിയ ധ്രുവീകരണം ഇപ്പോൾ ഈ പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ ചെന്നെത്തുമെന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ വികല നേതൃത്വം തൂത്തെറിയപ്പെടും എന്ന് ഒഴുകിപ്പോകുന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല സുഹൃത്തുക്കളെ. ഈ വിജയനും ഈ ഗോവിന്ദനും ഈ ബേബിയും ഈ രാജീവും ഒന്നും ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭാവിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അപ്പം അത്തരത്തിലുള്ള വലിയൊരു ഒരു അപ്ഹീവലിന്, ഒരു ഉയർത്തെഴുന്നേൽപ്പിന്, ഒരു എവേക്കനിങ്ങിന് CPM എന്ന് പറഞ്ഞ പാർട്ടി ഇപ്പോൾ വിധേയമായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എനിക്ക് ഈ വീഡിയോയിൽ സൂചിപ്പിക്കാനുള്ളത്, ഇത്രയും തീവ്രവും ഇത്രയും അത്യസാധാരണമൊന്നും അല്ലെങ്കിലും CPI എന്ന് പറയുന്ന പാർട്ടിയിലും ഇതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. നമുക്കറിയാമല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് CPI. 10-16 MLAമാരും 4 മന്ത്രിമാരും ഉണ്ടായിരുന്നു. റവന്യൂ മന്ത്രി ഉണ്ടായിരുന്നു, സിവിൽ സപ്ലൈസ് മന്ത്രി ഉണ്ടായിരുന്നു, ക്ഷീരവികസന മന്ത്രി ഉണ്ടായിരുന്നു. 3-4 മന്ത്രിമാർ അവർക്കുണ്ടായിരുന്നു. 4 മന്ത്രിമാരും 16 MLAമാരുമായി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായിട്ട് നിൽക്കുകയായിരുന്നു CPI. CPMന്റെ MLAമാർ 64-ൽ നിന്ന് 22 കുറഞ്ഞപ്പോൾ CPIയുടെ MLAമാർ ഏതാണ്ട് 16-ൽ നിന്ന് 7 കുറഞ്ഞുള്ളൂ. കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ ജയിച്ചു വന്നു. പക്ഷേ CPIയുടെ സമീപനം എന്തായിരുന്നു? ഈ സർക്കാർ അധികാരത്തിൽ നിന്നപ്പോൾ അവരുടെ സമീപനം എന്തായിരുന്നു?
CPIയുടെ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി വിജയൻ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകൾക്കും കണ്ണടച്ച് കാലിൻ്റെ ഇടയിൽ വാലും ചുരുട്ടി നിന്ന് അതിനെല്ലാം പിന്തുണയ്ക്കുന്ന സമീപനമല്ലേ CPI എന്ന് പറഞ്ഞ പാർട്ടി എടുത്തുകൊണ്ടിരുന്നത്? നമ്മളൊന്ന് തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. വിജയൻ എന്ത് വൃത്തികേടുകൾ ചെയ്താലും അതിനെല്ലാം അപ്പോൾ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്ത് അതിനെ പിന്തുണയ്ക്കുന്ന ബിനോയ് വിശ്വത്തിനല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്? തെരഞ്ഞെടുപ്പ് കാലത്ത് വിജയനെതിരെ എത്രയോ ആരോപണങ്ങൾ ഉയർന്നു വന്നു. അപ്പോൾ എപ്പോഴെങ്കിലും ബിനോയ് വിശ്വം അതിന് അനുകൂലമായ ഒരു നിലപാടെടുത്തിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഒരിക്കലുമില്ല. വിജയൻ എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് വിജയൻ്റെ ഒരു 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 ഇളയ സഹോദരനെ പോലെ, വിജയൻ്റെ ഒരു വിശ്വസ്ത വിനീത വിധേയനെ പോലെ നിൽക്കുകയില്ലായിരുന്നോ ബിനോയ് വിശ്വം? എത്രയോ വിമർശനങ്ങൾ ഉയർന്നു വന്നു. അവസാനം പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്ന് നേതൃസ്ഥാനത്ത് നിന്ന് തൂത്തെറിയപ്പെടുമോ എന്നുള്ള സംശയം വന്നപ്പോൾ PM-ശ്രീ പദ്ധതിയിലൊക്കെ കടുത്ത നിലപാടെടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടന്നു. പക്ഷേ അവിടെയും പൂർണ്ണമായിട്ടുള്ള കടുത്ത നിലപാട് എടുത്തതിന് കാരണം കേന്ദ്ര നേതൃത്വവും പ്രകാശ് ബാബുവിനെ പോലുള്ള നേതാക്കന്മാരുടെ ഇടപെടൽ കൊണ്ടാണ് അവസാനം ശക്തമായിട്ടുള്ള നിലപാടിലേക്ക് പോകേണ്ടി വന്നത്. എന്തായാലും കഴിഞ്ഞ 5 വർഷക്കാലം, കഴിഞ്ഞ 10 വർഷക്കാലം എടുത്ത് നോക്കിയാൽ, കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ നോക്കിയാൽ വിജയൻ ഏറ്റവും കൂടുതൽ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ വിജയന് പിന്തുണ കിട്ടിക്കൊണ്ടിരുന്നത് ബിനോയ് വിശ്വത്തിൽ നിന്നല്ലായിരുന്നു സുഹൃത്തുക്കളെ? വിജയനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെറിയ തോതെങ്കിലും ഒന്ന് എതിർക്കാൻ ഈ ബിനോയ് വിശ്വം ശ്രമിച്ചിട്ടുണ്ടോ? നമുക്കറിയാം, കാനം രാജേന്ദ്രൻ്റെ മരണത്തിന് ശേഷമാണ് ബിനോയ് വിശ്വം വരുന്നത്. 1 അല്ല 2 തവണ സംസ്ഥാന സെക്രട്ടറിയായി ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടു. എത്രയോ ആർജവമുള്ള നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് CPI. CK ചന്ദ്രപ്പൻ, വെളിയം ഭാർഗവൻ മുതലുള്ളവരൊക്കെ ഇരുന്ന ആ കസേരയിൽ വിജയൻ്റെ ഒരു കുഞ്ഞനുജനെ പോലെ, വിജയൻ എന്ത് പറഞ്ഞാലും വിജയൻ്റെ കൂടെ നിന്ന് വിജയനെ സഹായിക്കുന്ന വിജയൻ്റെ ഒരു ഇളയ സഹോദരനായിട്ടല്ലേ ഈ ബിനോയ് വിശ്വത്തിനെ നമ്മൾ കഴിഞ്ഞ എത്രയോ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ആ CPIയിൽ ഇപ്പോൾ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ CPIയിലെ മുതിർന്ന നേതാക്കന്മാരുണ്ട്. K. ഇസ്മായിലിനെ പോലുള്ള നേതാക്കന്മാർ, അവരൊക്കെ പടിക്ക് പുറത്താണ്. ആ പാർട്ടിയിലും ഇപ്പോൾ വലിയ പ്രതിസന്ധി, രൂക്ഷമായ പ്രതിസന്ധി ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ കാണണം. ഇപ്പോൾ തോറ്റു കഴിഞ്ഞപ്പോൾ ഈ MA ബേബിയും P. രാജീവും ഒക്കെ വന്നതുപോലെ തോറ്റു കഴിഞ്ഞപ്പോൾ ചില കുറ്റപ്പെടുത്തലുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ബിനോയ് വിശ്വം. ചില അവതാരങ്ങളുടെ കാര്യമൊക്കെ ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ട്. അതിന് വിജയൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് തിരിച്ചു കിട്ടുകയും ചെയ്തു. അവതാരങ്ങളെക്കുറിച്ച് ബിനോയ് വിശ്വത്തിന് വെളിപാടുണ്ടായത് തോറ്റു തുന്നം പാടിക്കഴിഞ്ഞപ്പോഴാണ്. CPM-ൻ്റെ കൂടെ നിന്ന് അവതാരങ്ങൾ ആരൊക്കെ ആയിരിക്കുന്നു എന്ന് CPM ചിന്തിക്കണം എന്ന് തോറ്റു തുന്നം പാടിക്കഴിഞ്ഞപ്പോഴാണ് ബിനോയ് വിശ്വം പറയുന്നത്. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവന്ന് കാറിൽ കയറ്റി, വിമർശനം ഉണ്ടായിരുന്നോ? വിജയൻ്റെ മുഖം കാണിച്ചു, വിമർശനം ഉണ്ടായിരുന്നോ? വിജയൻ്റെ ധാർഷ്ട്യം, വിജയൻ്റെ ഏകാധിപത്യ സമീപനം, ഇതിനെതിരെ എന്തെങ്കിലും വിമർശനം ഏതെങ്കിലും കാലത്ത് ബിനോയ് വിശ്വം ഉയർത്തിയതായി നമുക്ക് കാണാൻ കഴിയൂല്ല. എന്നിട്ട് തോറ്റു കഴിഞ്ഞപ്പോൾ കുറ്റപ്പെടുത്തൽ, സ്വയം വിമർശനം എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുകയാണ്. ഇവിടെ വിജയനും ഗോവിന്ദനും നേരിടുന്ന അതേ വിമർശനവും എതിർപ്പും രോഷവും പ്രതിഷേധവും CPIക്കകത്ത് ബിനോയ് വിശ്വം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബിനോയ് വിശ്വത്തിൻ്റെ ഏകാധിപത്യ സമീപനം കൊണ്ട് ഒരുപാട് നേതാക്കന്മാർ തോറ്റു, ഒരുപാട് പേര് MLA-മാരായി തോറ്റു എന്നുള്ള വിമർശനം അതിൽ ഉയർന്നിരിക്കുകയാണ്. KR ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞൊരു വലിയ സീനിയറായിട്ടുള്ളൊരു നേതാവ് സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന് പറഞ്ഞു ഏതോ ഒരു കമ്മിറ്റിയിൽ. അയാൾക്കെതിരെ നടപടിയെടുക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. എത്രയോ സീനിയറായിട്ടുള്ള നേതാക്കന്മാർ ആ പാർട്ടിയിൽ നിന്ന്, നേതൃത്വത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു ഈ ബിനോയ് വിശ്വത്തെ കൊണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ബിനോയ് വിശ്വത്തിൻ്റെ CPI സെക്രട്ടറിയുടെ കാലം ഏതാണ്ട് അവസാനിക്കാറായിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഭാഗ്യം കൊണ്ട് കട്ടിച്ച് 2 തവണ സംസ്ഥാന സെക്രട്ടറിയായി തുടരാൻ ബിനോയ് വിശ്വത്തിന് കഴിഞ്ഞു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിയും കൂടെ കഴിഞ്ഞതോടുകൂടി CPI എന്ന് പറഞ്ഞ പാർട്ടിയെ മുന്നോട്ട് നയിക്കാനുള്ള ആർജവും ഇച്ഛാശക്തിയും ബിനോയ് വിശ്വത്തിനില്ല എന്ന് അയാൾ തെളിയിച്ചു കഴിഞ്ഞു. വിജയൻ ഓശാന പാടുക മാത്രമാണ് അയാൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ചെയ്തത്. ഇച്ഛാശക്തിയായിട്ടുള്ള ഒരു പാർട്ടിയായി CPIയെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ബിനോയ് വിശ്വം കളഞ്ഞു കുളിച്ചു. എന്നിട്ട് തോറ്റു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മപ്പടിക്കാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇനിയും സംസ്ഥാന സെക്രട്ടറിയായി തുടരണം, അതിനാണ് ഈ ഉപനേതാവ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിലൊക്കെ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതൊന്നും CPIയുടെ അണികൾ സമ്മതിച്ചു കൊടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഒരു തവണ കൂടി CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ അംഗീകരിക്കാൻ CPIയിലെ ബഹുഭൂരിപക്ഷം അണികളും നേതാക്കന്മാരും ഉൾപ്പെടെ തയ്യാറാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
സി പി എമ്മിനകത്ത് വിജയൻ്റെയും ഗോവിന്ദൻ്റെയും നാളുകൾ എണ്ണപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സമാനമായി CPI-യിലും ബിനോയ് വിശ്വത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിനോയ് വിശ്വത്തിൻ്റെ നാളുകൾക്ക് ശേഷം ഇച്ഛാശക്തിയും ആർജവുമുള്ള ഒരു CPI ഉയർന്നു വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ബന്ധുക്കൾ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മയുടെ ചേട്ടൻ CG സദാശിവൻ, അവരെല്ലാവരും CPI-ക്കാരായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, CPI-യുടെ സമുന്നതനായ നേതാവ് മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീമാൻ PK വാസുദേവൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിച്ചടാ, നീ എന്തിനാടാ CPM-ൽ നിൽക്കുന്നത്, നീ ഞങ്ങളുടെ കൂടെ വന്നുകൂടെ എന്ന് ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കുടുംബം എല്ലാം CPI-യാണ്. പക്ഷേ ആ CPI നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ നാളുകളായി ജീർണിച്ച് പുഴുവരിച്ച അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആ ചീഞ്ഞ് പുഴുവരിച്ച ഒരു അവസ്ഥയിൽ നിന്ന് ആർജവമുള്ള ഇച്ഛാശക്തിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് സമരായുധമായി പ്രവർത്തിക്കുന്ന ഒരു CPI ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിനോയ് വിശ്വം പോയി ആരതിന് നേതൃത്വത്തിലേക്ക് വരണം എന്നുള്ള പേരൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ മനസ്സിലുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും അടുത്ത സമ്മേളനത്തോടു കൂടിയെങ്കിലും ബിനോയ് വിശ്വത്തിൻ്റെ ഈ കെട്ടകാലം, ഈ കെട്ടയുഗം അവസാനിക്കുമെന്നും പാർട്ടിയെ ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി CPI-യെ മാറ്റാൻ കഴിയുന്ന ഒരു പൊതു നേതൃത്വം CPI-യിൽ ഉയർന്നു വരുമെന്നും ഞാൻ ആശിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു.